ഹലോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസറ്റ് ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്, സ്പെഷ്യലി ഇൻവെൻട്രീസ്, ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ആൻഡ് Ind As 2. ഇത് നമ്മൾ ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞ ടോപ്പിക്കാണ്. ഇൻവെൻട്രി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ആൻഡ് ദിസ് വീഡിയോ ഈസ് ഫോർ യുവർ എക്സാമിനേഷൻ പർപ്പസ്, ഫോർ എ റിവിഷൻ പർപ്പസ്. Okay, let's start Ind As 2. So here what are you going to learn? It's about inventory and its accounting treatment. So first of all, you have to know what is inventory. What is inventory? എന്താണ് inventory? As you all know, inventory is an asset. It is put it in the balance sheet asset side. അല്ലേ, നമുക്കറിയാം ഇൻവെൻട്രി മീൻസ് ഒരു അസെറ്റാണ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് നമ്മളത് എഴുതാറുള്ളത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് കൈൻഡ് ഓഫ് അസെറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻവെൻട്രി? ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു ലേൺ നൗ. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി ദർ ആർ 3 ഫോംസ് വിച്ച് ആർ ഇൻക്ലൂഡഡ് ഇൻ ഇൻവെൻട്രി. Inventory is an asset and it includes 3 forms, that is finished goods, work in progress, raw material. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ റോ മെറ്റീരിയൽ ഇൻവെൻട്രി ഉണ്ടായിരിക്കും, വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഇൻവെൻട്രി ഉണ്ടായിരിക്കും, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഇൻവെൻട്രി ഉണ്ടായിരിക്കും. Suppose if you are manufacturing something in your company, you need the basic raw material, right? സപ്പോസ് ഇഫ് യു ആർ മേക്കിംഗ് പിസ്സ, നിങ്ങൾ പിസ്സ മേക്കിംഗ് ഒരു യൂണിറ്റ് ആണെന്ന് വിചാരിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻസ് വേണം അല്ലേ? ആ ബേസിക് ഇൻഗ്രീഡിയൻസ് ആണ് ദാറ്റ് ഈസ് റോ മെറ്റീരിയൽ. ദാറ്റ് വിൽ ഇൻക്ലൂഡഡ് ഇൻ ഇൻവെൻട്രി. അതാണ് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഇൻവെൻട്രിയുടെ ഒരു ടൈപ്പ്. ഇനി നിങ്ങളുടെ ഒരു യൂണിറ്റിൽ കേക്കാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഹാഫ് ബേക്ക്ഡ് ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഹാഫ് ബേക്ക്ഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് യുവർ വർക്ക് ഇൻ പ്രോഗ്രസ്. ദാറ്റ് ഓൾസോ വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ യുവർ ഇൻവെൻട്രി അല്ലേ? നമ്മുടെ ഫിനിഷ് ആയിട്ടില്ല, പ്രൊഡക്റ്റ് ഫിനിഷ് ആയിട്ടില്ല, ഹാഫ് ഫിനിഷ്ഡ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി വൺസ് യുവർ കേക്ക് ഈസ് മെയ്ഡ് കംപ്ലീറ്റ്ലി ആൻഡ് വെൻ ഇറ്റ് ഈസ് റെഡി ടു സെൽ, ദാറ്റ് വിൽ ഓൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ യുവർ ഇൻവെൻട്രി. അപ്പോൾ അതാണ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ ആ 3 ഫോംസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഓൾ ദ 3 ഫോംസ്, യുവർ റോ മെറ്റീരിയൽ, യുവർ വർക്ക് ഇൻ പ്രോഗ്രസ്, യുവർ ഫിനിഷ്ഡ് ഗുഡ്സ്. ഓക്കെ, ഇതാണ് ഇൻവെൻട്രിയുടെ 3 ഫോംസ് നമ്മൾ പറയുന്നത്. ഇനി ഇൻവെൻട്രി പറയുമ്പോൾ അല്ലെങ്കിൽ അതിൽ ഫിനിഷ്ഡ് ഗുഡ്സ് പറയുമ്പോൾ നമ്മൾ ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ യുവർ കമ്പനി. അത് നിങ്ങളുടെ കമ്പനിയിൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആവണമെന്നില്ല. ഓൾസോ ഇൻക്ലൂഡ് ഗുഡ്സ് വിച്ച് യു ആർ പർച്ചേസ്ഡ് ആൻഡ് ഹെൽഡ് ഫോർ റീസെയിൽ ആസ് എ ട്രേഡർ. നിങ്ങൾ വേറൊരു സ്ഥലത്ത് ഇവിടെ നിന്ന് വാങ്ങുകയാണ്, വേറൊരു കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ട് നിങ്ങൾ സ്റ്റോക്കിൽ വെച്ചിട്ട് നിങ്ങളുടെ സ്റ്റോറിൽ സ്റ്റോക്ക് വെക്കുന്നു, എന്നിട്ട് അത് സെല് ചെയ്യുന്നു. അപ്പോൾ ദാറ്റ്സ് ഓൾസോ ഫിനിഷ്ഡ് ഗുഡ്സ്. ഓക്കെ, അപ്പോൾ ഇൻവെൻട്രി എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും. ഇനി അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഹൗ ഡു യു മെഷർ ദിസ് ഇൻവെൻട്രി? ദാറ്റ് ഈസ്, മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ് വാട്ട് വാല്യൂ ആർ യു ഗോയിങ് ടു റൈറ്റ് യുവർ ഇൻവെൻട്രി ഇൻ ബാലൻസ് ഷീറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ ഹിയർ. ബാലൻസ് ഷീറ്റിൽ നിങ്ങൾ ഈ ഇൻവെൻട്രിയുടെ വാല്യൂ എഴുതുമ്പോൾ എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണത് മെഷർ ചെയ്യുന്നത്? സോ വെൻ വി ടോക്ക് അബൌട്ട് ദ മെഷർമെൻറ്റ് പോർഷൻ, നിങ്ങൾ ഇൻവെൻറ്ററി വാല്യൂ ചെയ്യേണ്ടത്, സേ ദിസ് ഇക്വേഷൻ അല്ല, ഈ ഒരു കണ്ടീഷനാണ് അവിടെ ഉള്ളത്. ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV, അതായത് NRV ഓർ കോസ്റ്റ് വിച്ച് എവർ ഈസ് ലോവർ ടേക്ക് ദാറ്റ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? NRV എന്താ? നെറ്റ് റിയലൈസബിൾ വാല്യൂ. അതായത് അത് സെല്ല് ചെയ്ത് നമുക്ക് കിട്ടുമ്പോൾ, മാർക്കറ്റിൽ അത് സെല്ല് ചെയ്താൽ കിട്ടുന്ന ക്യാഷ്, അതാണ് NRV, നെറ്റ് റിയലൈസബിൾ വാല്യൂ. സപ്പോസ് കോസ്റ്റ് ഓഫ് മേക്കിംഗ് എ പിസ്സ ഇസ് 100. But the value at which you are going to sell the pizza outside is going to be 500. നിങ്ങൾക്ക് പിസ്സ ഉണ്ടാക്കാൻ വന്ന കോസ്റ്റ് 100 ആണ്, ബട്ട് നിങ്ങൾ അത് മാർക്കറ്റിൽ സെല് ചെയ്യാൻ പോകുന്നത് 500-നാണ്. വെൻ യു റെക്കോർഡ് ഇൻ യുവർ ബുക്സ്, യു ഹാവ് ടു റെക്കോർഡ് അറ്റ് ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV. ഹിയർ കോസ്റ്റ് ഹൗ മച്ച്? 100 rupees, റൈറ്റ്? NRV നെറ്റ് റിയലൈസബിൾ വാല്യൂ എത്രയാണ്? 500-നാണ് നമ്മളത് സെല് ചെയ്യുന്നത്. സോ ഹിയർ ദ കോസ്റ്റ് ഈസ് 100. നമുക്ക് ലെസ്സർ, വാട്ട് ഈസ് ലെസ്സർ ഹിയർ? 100, റൈറ്റ്? ലോവർ റേറ്റ് ഏതാ? 100 അല്ലേ? നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് ഇൻവെൻട്രി മെഷർ ചെയ്യേണ്ടത് ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRVക്കാണ്. അപ്പോൾ കോസ്റ്റ് 100 ആണ് ഇവിടെ ലോവർ. വാട്ട് എവർ ലോവർ യു ടേക്ക് ദാറ്റ്. സോ യു വിൽ റെക്കോർഡ് ഇൻവെൻട്രി അറ്റ് ₹100. ഓക്കെ, സോ ഇനി ഇവിടെ നിങ്ങൾക്ക് ലേൺ ചെയ്യേണ്ടത് ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ്, ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ദ NRV. ഓക്കെ, സോ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് കൺസിസ്റ്റ് ഓഫ്, അതെന്താണ്? വാട്ട് ദ NRV കൺസിസ്റ്റ് ഓഫ്, അതാണ് ഇനി നിങ്ങൾ ലേൺ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഹൗ ഡു വി അറൈവ് അറ്റ് കോസ്റ്റ്, ഹൗ ഡു വി അറൈവ് അറ്റ് NRV. സോ ലെറ്റ്സ് ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ ഡു യു അറൈവ് അറ്റ് ദ കോസ്റ്റ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞു, ഇൻവെൻട്രി പറയുന്നത് 3 ഫോംസ് ആണ്. ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്, റോ മെറ്റീരിയൽ ഉണ്ട്. ഹിയർ വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് റോ മെറ്റീരിയൽ. ഓക്കെ,
Raw material we will discuss it later. Currently we are talking only and only about how do you find out the cost of finished goods and work in progress. നമ്മളിപ്പോൾ finished goods and work in progressൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ കോസ്റ്റിനെ പറ്റി പറയുമ്പോൾ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് there are 3 kinds of cost. ഇൻവെൻട്രിയിൽ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും വർക്കിംഗ് പ്രോഗ്രസിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കുന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 3 kinds of cost ഉണ്ട്. ഫസ്റ്റ് വൺ പർച്ചേസ് കോസ്റ്റ്, second one conversion cost, and third one other cost. When you add all of these costs together, you will arrive at the total value of inventory. അങ്ങനെയാണ് കോസ്റ്റ് കണ്ടുപിടിക്കുക. Let's see about these 3 costs in detail. Okay, we can start with purchase cost. What is purchase cost? അതിനൊരു എക്സാമ്പിൾ പറയാം. സപ്പോസ് യു പർച്ചേസിങ് എ മൊബൈൽ ഫോൺ ആൻഡ് ദെൻ യു സെൽ ഇറ്റ് ഔട്ട്സൈഡ്. ഓക്കെ, then what will be the purchase cost to the company? നിങ്ങൾ അത് വാങ്ങുകയാണ് ചെയ്യുന്നത്. സപ്പോസ് ഐ പർച്ചേസ്ഡ് ഇറ്റ് അറ്റ് റുപ്പീസ് 2 lakh. അത് വാങ്ങിയെന്ന് വിചാരിക്കും. ഒരു എക്സാമ്പിൾ ഒരു ഫിഗറാണ് കേട്ടോ. ലെറ്റ് സേ ദ ഐഫോൺ ദാറ്റ് മൈറ്റ് നോട്ട് ഹാവ് മെയ്ഡ് ഇൻ ഇന്ത്യ, സോ ഐ വുഡ് ഹാവ് ഗോട്ട് ഇറ്റ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ. സോ ദ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് വാട്ട് എവർ ആർ ദർ, ദീസ് ടാക്സസ് വിൽ ഗെറ്റ് ഇൻക്ലൂഡഡ്, റൈറ്റ്? എനിക്കത് അവിടെ നിന്ന് കൊണ്ടുവരാനുള്ള അപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ടായിരിക്കും, ടാക്സസ്, അതൊക്കെ ആ പർച്ചേസ് കോസ്റ്റിൽ ഇൻക്ലൂഡഡ് ആവും അല്ലേ. After that, bringing them from there to here, and the company would have ordered a bulk quantity. പിന്നെ അവിടുന്ന് ഷിപ്പിങ്ങിനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജസ്. സോ വാട്ട് എവർ ദ ട്രാൻസ്പോർട്ട് ആൻഡ് ഹാൻഡ്ലിംഗ് കോസ്റ്റ് ഓൾ ഗെറ്റ് ഇൻക്ലൂഡഡ്. നമ്മൾ പർച്ചേസ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ മൊബൈലിൻ്റെ പ്രൈസ് മാത്രമല്ലല്ലോ ഇൻക്ലൂഡ് ആവുന്നത്. നമ്മളത് വേറെ കൺട്രിയിൽ നിന്ന് കൊണ്ടുവരികയാണ്, അതിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, ടാക്സസ് ക്ലിയർ ചെയ്യാൻ, അത് ദെൻ അവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ, വെദർ ഇറ്റ് ഈസ് ഷിപ്പിംഗ്, അപ്പോൾ ഓൾ ട്രാൻസ്പോർട്ട് ആൻഡ് ഹാൻഡ്ലിംഗ് കോസ്റ്റ് എല്ലാം നമ്മൾ എടുക്കും അല്ലേ. ഇനി അത് നോട്ട് ഓൺലി ദാറ്റ്, സപ്പോസ് യു ഹാഡ് എൻ ഏജൻറ്റ് ഇൻ ദ ഫോറിൻ കൺട്രി. നിങ്ങൾക്ക് അവിടെ ഒരു ഫോറിൻ കൺട്രിയിൽ ഏജൻറ്റ് ഉണ്ടായിരുന്നു, ഹു ഈസ് യൂസ് ടു ബി എ കമ്മ്യൂണിക്കേറ്റർ ബിറ്റ്വീൻ യു ആൻഡ് യുവർ സപ്ലയർ. അപ്പോൾ ഈ ഫോൺ ഇപ്പം ഞാൻ ഓർഡർ ചെയ്യുന്നത് ഐഫോണാണെന്ന് വിചാരിക്കും. അപ്പോൾ അത് ഇങ്ങോട്ട് കിട്ടാനായിട്ട് അയാളാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഫോർ ദാറ്റ് ഏജൻറ്റ് യു വുഡ് ഹാവ് പെയ്ഡ് സം കമ്മീഷൻ. ഓക്കെ, സോ സച്ച് കമ്മീഷൻ വിൽ ഓൾസോ ഗെറ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ പർച്ചേസ് കോസ്റ്റ്. അതൊക്കെ എനിക്ക് പർച്ചേസ് കോസ്റ്റ് ആയിട്ട് എടുക്കാവുന്നതല്ലേ, അതൊക്കെ പർച്ചേസ് കോസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും, ബിക്കോസ് ദാറ്റ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് പർച്ചേസ്. അപ്പോൾ വാട്ട് എവർ ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് പർച്ചേസ് യു ഹാവ് ടു ആഡ് വിത്ത് ദാറ്റ് പർച്ചേസ് കോസ്റ്റ്. അപ്പോൾ ഞാൻ മൊബൈലിൻ്റെ വാല്യൂ ഒരു 2 lakh എന്നുള്ളത് മാത്രമല്ല, ഈ കോസ്റ്റ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, 2 lakh 1 lakh എക്സാമ്പിളിൽ ഒരു ഫിഗർ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഫൈനലി വെൻ യു ആഡ് അപ്പ് ഓൾ ദീസ് കോസ്റ്റ്, 2 costs which are going to reduce. അതിൽ 2 കോസ്റ്റ് നമ്മൾ എടുക്കാൻ പാടില്ല. അതൊന്ന് ട്രേഡ് ഡിസ്കൗണ്ട് ആണ്, അനദർ ഈസ് റിബേറ്റ്. ഈ 2 കോസ്റ്റും അതിൽ നിന്ന് ഒഴിവാക്കണം. ഓക്കെ, ബിക്കോസ് നിങ്ങൾ സപ്പോസ് യു പർച്ചേസ് ഇൻ ബൾക്ക് 1 lakh യൂണിറ്റ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നു വിചാരിക്കും. അപ്പോൾ സപ്ലയർ വിൽ ഗീവ് എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ഡിസ്കൗണ്ട് ഓൺ യുവർ ടോട്ടൽ ക്വാണ്ടിറ്റി. അത് വലിയ ബൾക്കായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടില്ലേ, ദാറ്റ്സ് ഗോയിങ് ടു ഗെറ്റ് ഡിഡക്റ്റഡ് ഫ്രം ദ പർച്ചേസ് കോസ്റ്റ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, നമ്മൾ കോസ്റ്റാണ്, കോസ്റ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് വർക്കിംഗ് പ്രോഗ്രസ്. അതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ കോസ്റ്റ് ഇൻക്ലൂഡ്സ് 3 types നമ്മൾ പറഞ്ഞു, പർച്ചേസ് കോസ്റ്റ്, കൺവേർഷൻ കോസ്റ്റ്, അതർ കോസ്റ്റ്. അതിൽ പർച്ചേസ് കോസ്റ്റ് ഇറ്റ്സ് ഓവർ. നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് കൺവേർഷൻ കോസ്റ്റ്. എന്താണ് കൺവേർഷൻ കോസ്റ്റ്? ഇറ്റ്സ് അപ്ലൈഡ് ഓൺലി വെൻ യു ആർ മേക്കിംഗ് സംതിങ് ഇൻ യുവർ ഫേം. അതായത് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യാണ്, അതായത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഒരു റോ മെറ്റീരിയൽ നിന്നാണ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നത്. എന്നിട്ടാണ്, അതായത് റോ മെറ്റീരിയൽ ഫ്രം റോ മെറ്റീരിയൽ ടു ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലേ, അത്രയും. അപ്പോൾ വെൻ യു ആർ ട്രാൻസ്ഫോം ദ റോ മെറ്റീരിയൽ ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്, ഫ്യൂ കോസ്റ്റ് വിൽ ഗെറ്റ് ഇൻക്ലൂഡഡ് അല്ലേ. റോ മെറ്റീരിയൽ നിന്ന് ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് ആക്കുമ്പോൾ അതിൽ കുറച്ചും കൂടി കോസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ട് വരില്ലേ. അപ്പോൾ അതാണ് നമുക്ക് ആ കൺവേർട്ട് ചെയ്യാനുള്ളത്. റോ മെറ്റീരിയൽ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്നതിന് നമുക്ക് കുറച്ച് കോസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരിക്കും. അതാണ് കൺവേർഷൻ കോസ്റ്റ്. So there includes direct material cost, direct labor cost, and any other direct cost. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഏർലിയർ എക്സാമ്പിൾ, ഇപ്പോൾ പിസ്സ മേക്കിംഗ് ആണ്, കേക്ക് മേക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ മേക്കിംഗ് ഓഫ് ദാറ്റ് പ്രൊഡക്റ്റ്. അതായത് ഇപ്പോൾ കേക്കാണ് ഉണ്ടാക്കുന്ന അതിൻ്റെ എസെൻസ് ഇതൊക്കെ വേണ്ടി വരും അല്ലേ, എന്താണ് ബേസിക് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണ്ടി വരും. ദെൻ അത് ഉണ്ടാക്കുന്ന ലേബർ കോസ്റ്റ്, ബേക്കേഴ്സ്, ഷെഫ് അവരുണ്ടായിരിക്കും അല്ലേ. പിന്നെ അതർ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ബേക്കിംഗ് മെഷീൻസ് ഉണ്ടായിരിക്കും, മെഷീൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളത് പ്രൊഡക്ഷൻ നടത്തുന്നത്. സോ അപ്പോൾ അതിൻ്റെ ഇലക്ട്രിസിറ്റി ചാർജസ്, സോ ദാറ്റ് ഇലക്ട്രിസിറ്റി ഈസ് റിക്വയർഡ് ടു മേക്ക് ദാറ്റ് പ്രൊഡക്റ്റ്, റൈറ്റ്. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് എനി അതർ ഡയറക്റ്റ് കോസ്റ്റ്, ദാറ്റ് ഈസ് കൺവേർഷൻ കോസ്റ്റ്. അതായത് ആ റോ മെറ്റീരിയൽ നിന്ന് ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് വാട്ട് എവർ കോസ്റ്റ് ഈസ് ഗെറ്റ് ഇൻക്ലൂഡഡ്,
that you can take as a conversion cost. Clear? So conversion cost over. Next നമുക്ക് other കോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഓവർ ഹെഡ്സ് ആണ് വരുന്നത്. ഓവർ ഹെഡ്സിൻ്റെ ബേസിക് ടൈപ്സ് ആണ് ഫിക്സ്ഡ് ഓവർ ഹെഡ്സും വാരിയബിൾ ഓവർ ഹെഡ്സും. നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ള കോൺസെപ്റ്റുകളായിരിക്കും. അപ്പോൾ വാരിയബിൾ ഓവർ ഹെഡ് എന്താണ്? വിച്ച് വിൽ ഗെറ്റ് ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് അല്ലേ? വിച്ച് വിൽ ഗെറ്റ് എഫക്റ്റഡ് ഡിപ്പെൻഡിങ് ഓൺ ദി നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മുടെ പ്രൊഡക്ഷൻ കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് വാരിയബിൾ കോസ്റ്റ് വാരി ചെയ്തുകൊണ്ടിരിക്കും. പ്രൊഡക്ഷൻ കൂടിയാൽ അത് കൂടുന്നുണ്ടായിരിക്കും, പ്രൊഡക്ഷൻ കുറഞ്ഞാൽ കുറയുന്നുണ്ടായിരിക്കും. So it will vary. So variable cost is easy to determine. How much it would have been depends on the number of production. That's not an issue here. Okay. Next നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഫിക്സഡ് ഓവർ ഹെഡ് ആണ്. ദാറ്റ് ഈസ് നോ മാറ്റർ ഹൗ മച്ച് യൂണിറ്റ്സ് യു പ്രൊഡ്യൂസ് ഇറ്റ് വിൽ നോട്ട് ഗെറ്റ് എഫക്റ്റഡ്. നിങ്ങൾ അത് പ്രൊഡക്ഷൻ നമ്പർ ഓഫ് പ്രൊഡക്ഷൻ ഇപ്പോൾ അത് കൂട്ടിയോ യൂണിറ്റ്സ് കൂടുന്നോ കുറയുന്നോ ഇറ്റ് വിൽ നോട്ട് ഗെറ്റ് എഫക്റ്റഡ്. ഒരു ഫിക്സഡ് ഓവർ ഹെഡ് അത് ഫിക്സഡ് ആയിരിക്കും. ഇറ്റ് വിൽ റിമെയിൻ സെയിം, ഇറ്റ് വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ്. സോ വൈൽ ടോക്കിംഗ് അബൌട്ട് ഫിക്സഡ് ഓവർ ഹെഡ് സ്പെസിഫിക്കലി യു ഹാവ് ടു കോൺസെൻട്രേറ്റ് സം കാൽക്കുലേഷൻസ്. അവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഫിക്സഡ് കോസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ആക്ച്വലി യു ആർ നോട്ട് ഷുവർ അബൌട്ട് ഹൗ മെനി യൂണിറ്റ്സ് യു ആർ ഗോയിങ് ടു പ്രൊഡ്യൂസ് എവറി ഇയർ. ഓരോ വർഷവും നിങ്ങൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഷുവർ ഇല്ല. യു ക്യാൻ ഐദർ പ്രൊഡ്യൂസ് ലെസ്സർ, you can either produce higher. Depending upon your efficiency, you do that, right? So since you do not know how much you are going to produce, fixing a per unit cost is difficult here. നിങ്ങൾക്ക് അറിയുന്നില്ല കറക്റ്റ് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫിക്സഡ് കോസ്റ്റിന് ഒരു പെർ യൂണിറ്റ് കോസ്റ്റ് ഫിക്സ് ചെയ്യുക? സോ ദാറ്റ് ബിക്കം ഡിഫിക്കൽട്ട് ഹിയർ. സോ ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ദിസ് പെർ യൂണിറ്റ് കോസ്റ്റ് ഈസ് വാട്ട് യു ആർ ഗോയിങ് ടു ലേൺ നൗ. എങ്ങനെയാണ് ഈ പെർ യൂണിറ്റ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. സപ്പോസ് യു ആർ നമുക്കൊരു പിസ്സ മേക്കിംഗ് യൂണിറ്റിന് എക്സാമ്പിൾ എടുക്കാം. സോ ഒരു നോർമൽ കപ്പാസിറ്റി, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിളിനൊരു ഫിഗർ ഇടുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നോർമൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആ പിസ്സ മേക്കിംഗ് ഷോപ്പിൻ്റെ ഒരു നോർമൽ കപ്പാസിറ്റി ഡിമാൻഡ് ഓൾവേസ് ഉണ്ടെന്ന് വിചാരിക്കും. സോ ഒരു വർഷത്തിൽ യു ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് 500 പിസ്സാസ്. ഇൻ എ ഇയർ യു ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് 500. ഓക്കെ, സോ ദാറ്റ് വിൽ ബി കോൾഡ് യുവർ നോർമൽ കപ്പാസിറ്റി. അപ്പോൾ അത് നിങ്ങളുടെ നോർമൽ കപ്പാസിറ്റിയാണ്. അതായത് എല്ലാ കാര്യവും നോർമലി ഒരു സ്റ്റാൻഡേർഡിൽ പോവാണ്. എവറിത്തിങ് വർക്കിംഗ് നോർമലി, എവറിത്തിങ് ഗോയിങ് അണ്ടർ എ സ്റ്റാൻഡേർഡ് ബേസ്. സോ അണ്ടർ നോർമൽ കപ്പാസിറ്റി 500 യൂണിറ്റ്സ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നോർമൽ കപ്പാസിറ്റി 500. നൗ വാട്ട് ഈസ് ദ ആക്ച്വൽ ക്വാണ്ടിറ്റി? ഓക്കെ, so actual quantity or actual production that depends on external and internal circumstances, right? അതൊക്കെ എഫക്റ്റ് ചെയ്യും നമ്മുടെ നോർമൽ കപ്പാസിറ്റിയും ആക്ച്വൽ കപ്പാസിറ്റിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതായത് രണ്ട് കേസസ് ഞാൻ പറയാം. അതായത് സിനാരിയോ ഫസ്റ്റിൽ സപ്പോസ് യുവർ ആക്ച്വൽ കപ്പാസിറ്റി ബിക്കം ലെസ് ദാൻ നോർമൽ കപ്പാസിറ്റി. അതായത് നോർമൽ കപ്പാസിറ്റി 500 ആണ് നമ്മുടെ എക്സാമ്പിളിൽ എടുത്ത ഫിഗർ. നിങ്ങളുടെ ആക്ച്വൽ കപ്പാസിറ്റി, അതായത് ആക്ച്വൽ പ്രൊഡ്യൂസ് ചെയ്ത് വന്നപ്പോൾ 400 ഉണ്ട്. അപ്പോൾ ആക്ച്വൽ കപ്പാസിറ്റി അവിടെ കുറഞ്ഞു അല്ലേ? ആക്ച്വൽ കപ്പാസിറ്റി ലെസ് ദാൻ നോർമൽ കപ്പാസിറ്റി. സെക്കൻഡ് സിനാരിയോയിൽ ആക്ച്വൽ കപ്പാസിറ്റി മോർ ദാൻ നോർമൽ കപ്പാസിറ്റി. അതായത് നോർമൽ കപ്പാസിറ്റി 500 ആണ്, ആക്ച്വൽ നിങ്ങൾക്ക് 600 വന്നു. അപ്പോൾ 600 ഈസ് മോർ ദാൻ 500. ദാറ്റ് ഈസ് സംതിങ് സോ എഫിഷ്യൻറ്റ് ഹാപ്പൻ ദെൻ യു ഏബിൾ ടു പ്രൊഡ്യൂസ് 600, റൈറ്റ്? Now I am going to discuss about the first case. So listen carefully. Let's talk about the first case, that is normal capacity more than actual capacity. Normal capacity higher than your actual capacity. അതായത് നോർമൽ കപ്പാസിറ്റി എത്രയായിരുന്നു? 500. നമ്മൾ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്ത് എത്രയാണ്? 400. സോ 500 ഈസ് മോർ ദാൻ 400, റൈറ്റ്? സോ ഹിയർ ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് യുവർ പെർ യൂണിറ്റ് കോസ്റ്റ്? അവിടെ നിങ്ങൾ ഈ പെർ യൂണിറ്റ് കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. സോ അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. പെർ യൂണിറ്റ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് ഓവർ ഹെഡ് divided by normal cost. So here there is one thumb rule, okay, that is divide your fixed overhead by whichever is higher. Divide your fixed overhead by whichever is higher. That is, if your actual quantity is higher, divide the fixed overhead by actual quantity and find out per unit cost. And if your normal capacity is higher, then divide your fixed overhead by your normal capacity and find out the per unit cost of fixed overhead. Okay. അതായത് ഏതാണോ ഹയർ എമൗണ്ട് അതുകൊണ്ട് ഫിക്സഡ് ഓവർ ഹെഡിനെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അതായത് ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ് ഹയർ വന്നതെങ്കിൽ ഫിക്സഡ് ഓവർ ഹെഡിനെ ആക്ച്വൽ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഫിക്സഡ് ഓവർ ഹെഡ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക, പെർ യൂണിറ്റ് കോസ്റ്റ്. ദെൻ നോർമൽ കപ്പാസിറ്റി ആണ് ഹയർ വന്നെങ്കിൽ ഫിക്സഡ് ഓവർ ഹെഡിനെ നോർമൽ കപ്പാസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് ഫിക്സഡ് ഓവർ ഹെഡ് കണ്ടുപിടിക്കുക. അതാണ് അതിൻ്റെ ക്രക്സ്. സോ ഹിയർ നോർമൽ കപ്പാസിറ്റി ആണ് കൂടുതൽ. ഹിയർ യു ആർ ഇൻഎഫിഷ്യൻറ്റ്.
That is why even at your normal capacity you wouldn't be able to produce. ഇല്ല, നോർമൽ കപ്പാസിറ്റിയിൽ പോയിട്ട് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, ആക്ച്വൽ കപ്പാസിറ്റി കുറഞ്ഞു, സംതിങ് abnormal happened that why you become inefficient. Okay, so here this is like a loss to you. You could have produced 500 but you are only able to produce 400. So you have to book that loss into your profit and loss account according to the accounting concept. നമ്മൾ പഠിച്ചിട്ടില്ലേ prudence concept, conservatism concept പഠിച്ചിട്ടില്ലേ? ലോസ് നമ്മൾ ബുക്ക് ചെയ്യണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഫിക്സഡ് ഓവർ ഹെഡ് 1 lakh എടുക്കാം. അപ്പോൾ നമുക്ക് നോർമൽ കപ്പാസിറ്റി 500 ആണ്, ആക്ച്വൽ കപ്പാസിറ്റി 400 ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ അനുസരിച്ച് ഫിക്സഡ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ നോർമൽ കപ്പാസിറ്റി വിച്ച് എവർ ഈസ് ഹയർ, അതെടുക്കാനല്ലേ പറഞ്ഞത് പെർ യൂണിറ്റ് കാണാനായിട്ട്. അപ്പോൾ അതിൽ ഹയർ നമുക്കിവിടെ 500 ആണ്. സോ 1 lakh ഡിവൈഡഡ് ബൈ 500 ഹൗ മച്ച്? 200. അതായിരിക്കും ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. ദെൻ ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ദാറ്റ് ലോസ്? ദർ ഈസ് എ ഫോർമുല. ആ ലോസ് കണ്ടുപിടിക്കാനായിട്ടൊരു ഫോർമുല ഉണ്ട്. ടേക്ക് യുവർ ടോട്ടൽ ഫിക്സഡ് ഓവർ ഹെഡ്, അത് നമുക്കൊരു 1 lakh ആണെന്ന് വിചാരിക്കും. അപ്പോൾ ടോട്ടൽ ഫിക്സഡ് ഓവർ ഹെഡ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു യുവർ ഫിക്സഡ് ഓവർ ഹെഡ് റേറ്റ്. അതായത് ടോട്ടൽ ഫിക്സഡ് ഓവർ ഹെഡ് എത്രയാണ്? 1 lakh, റൈറ്റ്? 1 lakh ചെയ്താൽ അതേ മൈനസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ്? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ആക്ച്വൽ ക്വാണ്ടിറ്റി 400 ആണ് അല്ലേ? 400 ഇൻറ്റു യുവർ ഫിക്സഡ് ഓവർ ഹെഡ് റേറ്റ്. അതെങ്ങനെയാണ്? ആ പെർ യൂണിറ്റ് റേറ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ? അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? അതായത് 1 lakh ഡിവൈഡഡ് ബൈ നോർമൽ ക്വാണ്ടിറ്റി, നോർമൽ കപ്പാസിറ്റി, അതായത് 1 lakh ഫിക്സഡ് ഓവർ ഹെഡ് റേറ്റ് നമ്മൾ മുന്നേ പറഞ്ഞ ഫോർമുല, അതായത് 1 lakh ഡിവൈഡഡ് ബൈ 500. അതെങ്ങനെയാണ്? നോർമൽ ക്വാണ്ടിറ്റി എന്തുകൊണ്ടാണ് ഡിനോമിനേറ്റർ ആയിട്ട് എടുത്തത്? ഞാൻ പറഞ്ഞു നേരത്തെ റൂള്. അതായത് നമ്മൾ തൊട്ട് മുന്നേ പെർ യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ഫിക്സഡ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ നോർമൽ കപ്പാസിറ്റി. അതെന്തുകൊണ്ടാണ് നോർമൽ കപ്പാസിറ്റി എടുത്തത്? ഏതാണോ ഹയർ അതാണ് എടുക്കുക. അപ്പോൾ നമ്മൾ അവിടെ കമ്പയർ ചെയ്തപ്പോൾ, ആ കേസ് കമ്പയർ ചെയ്തപ്പോൾ 500 നോർമൽ കപ്പാസിറ്റി, 400 ആക്ച്വൽ കപ്പാസിറ്റി ആയിരുന്നു അല്ലേ? അപ്പോൾ ഹയർ ഏതാണ്? 500 ആണ്. സോ ഫിക്സഡ് ഓവർ ഹെഡിന് നോർമൽ കപ്പാസിറ്റി ഉണ്ട്, ഹയർ എമൗണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡിനോമിനേറ്റർ അതുകൊണ്ടാണ് ഞാൻ നോർമൽ കപ്പാസിറ്റി എടുത്തത്. അപ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ 1 lakh ഡിവൈഡഡ് ബൈ 500 എന്ന് പറയുമ്പോൾ 200. ഓക്കെ, സോ യു വിൽ ബി ഏബിൾ ടു അറൈവ് അറ്റ് ദ ലോസ്. അപ്പോൾ ലോസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗെയിൻ ഞാൻ ആ ഫോർമുല ഒന്നുകൂടി പറയാം. 1 lakh ഡിവൈഡഡ് ബൈ ആക്ച്വൽ ക്വാണ്ടിറ്റി 400 ഇൻറ്റു ഫിക്സ്ഡ് ഓവർ ഹെഡ് റേറ്റ് എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച 200. ഓക്കെ, സോ എത്ര വരും? 1 lakh മൈനസ് 80,000 വിച്ച് ഈസ് നത്തിങ് ബട്ട് 20,000 വിച്ച് യു ഹാവ് ടു ബുക്ക് അറ്റ് യുവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ഇൻഡ് ആസ് ഇൻവെൻട്രി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻവെൻട്രിയുടെ വാല്യുവേഷനാണ്, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്, അതിനെങ്ങനെ ബുക്കിൽ എങ്ങനെയാണ് ചാർജ് ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഇൻവെൻട്രി 3 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് വർക്കിംഗ് പ്രോഗ്രസിൻ്റെ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തിനാണ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്? ഇൻവെൻട്രി മെഷർമെൻറ്റിന് നമ്മൾ എങ്ങനെയാണ് അത് എടുക്കുക എന്നൊരു കണ്ടീഷൻ പറഞ്ഞു. കോസ്റ്റ് ഓർ NRV വിച്ചെവർ ഈസ് ലെസ്. ഏത് എമൗണ്ട് ആണോ കുറവ് ആ എമൗണ്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള പാർട്ടാണ് നമ്മൾ, അതും ഫിനിഷ്ഡ് ഗുഡ്സ് വർക്ക് ഇൻ പ്രോഗ്രസ് മാത്രം, റോ മെറ്റീരിയൽ എക്സ്ക്ലൂഡഡ് ആണ്. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മൾ 3 kinds ഓഫ് കോസ്റ്റ് പറഞ്ഞു. പർച്ചേസ് കോസ്റ്റ്, കൺവേർഷൻ കോസ്റ്റ് ആൻഡ് അതർ കോസ്റ്റ് പറഞ്ഞു. ദെൻ അതർ കോസ്റ്റിൽ അവിടെ ഓവർ ഹെഡ്സ് ആണ് വന്നത്. ഓവർ ഹെഡ്സിൽ വാരിയബിൾ ഓവർ ഹെഡ്, ഫിക്സ്ഡ് ഓവർ ഹെഡ്. വാരിയബിൾ ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ അത് എളുപ്പമാണ്, ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് പ്രൊഡക്ഷൻ, ദാറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. ഞാൻ പറഞ്ഞു അത് സിമ്പിളാണ്. പക്ഷേ ഫിക്സഡ് ഓവർ ഹെഡ് അവിടെ നിങ്ങൾക്ക് കുറച്ച് കാൽക്കുലേഷൻസ് നോക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻസ് ആണ്, അതായത് ഫിക്സഡ് ഓവർ ഹെഡ് പെർ യൂണിറ്റ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതായത് നിങ്ങൾ എക്സ്ട്രാ തിയറി വായിക്കുക, ടെക്സ്റ്റ് വായിക്കുക. ഇനി നമുക്ക് NRV കൂടി പറയാം. NRV സിമ്പിളാണ്. നമ്മൾ കോസ്റ്റിൻ്റെ പോർഷൻ കഴിഞ്ഞു, കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇനി NRV എന്താണെന്ന് നോക്കാം. സോ NRV മീൻസ് എന്താ നമ്മൾ പറഞ്ഞത്? സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു ഇറ്റ്സ് ദ നെറ്റ് റിയലൈസബിൾ വാല്യൂ. മാർക്കറ്റിൽ നമ്മൾ എത്ര രൂപയ്ക്ക് വിൽക്കാൻ പോകുന്നു അല്ലേ? അറ്റ് വാട്ട് പ്രൈസ് യു വിൽ ബി ഏബിൾ ടു സെൽ യുവർ പ്രൊഡക്റ്റ്. അത് കേക്ക് ആയിക്കോട്ടെ, പിസ ആയിക്കോട്ടെ, എന്തായാലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമ്മൾ പറഞ്ഞു. സപ്പോസ് ഇറ്റ് ഈസ് 500, ഞാൻ 500 രൂപയ്ക്ക് വിൽക്കാൻ പോകുന്നു. അതാണ് എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഈ NRV കാണാനായിട്ട് 3 items ആണ് നമുക്ക് വേണ്ടത് ഈ നെറ്റ് റിയലൈസബിൾ വാല്യൂ കാണാനായിട്ട്. അതിൽ ഫസ്റ്റ് ആയിട്ടാണ് എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ്. നെക്സ്റ്റ് വരുന്നതാണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ ആസ് എ നെയിം ഇൻഡിക്കേറ്റ്സ്, നമുക്ക് അറിയാലോ അത്. സപ്പോസ് ഇറ്റ് ഈസ് 100 ആണെന്ന് വിചാരിക്കൂ. അതായത് കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ 100 ആണെന്നുണ്ടെങ്കിൽ ആ 100 യു ഹാവ് ടു സബ്സ്ട്രാക്ട് ഫ്രം ദ സെല്ലിംഗ് പ്രൈസ്, ബിക്കോസ് സെല്ലിംഗ് പ്രൈസ് ഈസ് യുവർ ഇൻകം, റൈറ്റ്?
500 അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞ 500 എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഇൻകമാണ്. സോ നിങ്ങൾക്ക് അതിൽ നിന്ന് കോസ്റ്റ് മൈനസ് ചെയ്യണ്ടേ? യു ക്യാൻ ടേക്ക് ദ നെറ്റ് ഇൻകം ഓൺലി. അപ്പോൾ 500 മൈനസ് 100 ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി തേർഡ് വൺ, എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ടു മേക്ക് സെയിൽ. തേർഡ് ഐറ്റം, അതായത് ആ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്ട്രാ കോസ്റ്റ് ഇൻക്യൂർ ചെയ്തേക്കാം. ബിക്കോസ് യു ഹാവ് എംപ്ലോയിഡ് എ പേഴ്സൺ. ഒരു ഏജൻറ്റിനെ നിങ്ങൾ എംപ്ലോയ് ചെയ്തു എന്ന് വിചാരിക്കും. അയാളാണ് ഓർഡർ എടുക്കുന്നത് ആൻഡ് നിങ്ങൾക്ക് തരുന്നത്. സോ യു ഹാവ് ടു പേ കമ്മീഷൻ ടു ദാറ്റ് ഏജൻറ്റ്. അതും കൂടി നിങ്ങൾ മൈനസ് ചെയ്യണം. ഓക്കെ, so how do you find out NRV? Estimated selling price. You have to take the estimated selling price in the ordinary course of business. From that, you have to subtract estimated cost of completion. From that, you have to again subtract estimated cost necessary to make the sale. Okay. അപ്പോൾ ലെസ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ. ഇപ്പോൾ അതായത് നമ്മളൊരു വുഡ് എടുത്തിട്ട് അത് ടേബിളാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു കൺവേർഷൻ കോസ്റ്റ് ഉണ്ടല്ലോ, അതാണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ അല്ലേ. അതിന് ലേബർ വരും, അതിൻ്റെ ഓവർ ഹെഡ് വരും, കൺവേർഷൻ വരും. അവിടെ നമ്മൾ ടേബിളായിട്ട് മാറ്റാനായിട്ട് ഒരു കൺവേർഷൻ കോസ്റ്റ്, അതായത് ആ കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ. പിന്നെ രണ്ടാമത്തെ സബ്സ്ട്രാക്ട് ചെയ്യുന്നത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് നെസസറി ടു മേക്ക് ദ സെയിലാണ്. ഞാൻ പറഞ്ഞു അത് ഏജൻറ്റൊക്കെ ആരെങ്കിലും നമ്മൾ ആ സെയിൽ നടത്താൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊരു ഏജൻറ്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന കമ്മീഷൻ, അതാണ് എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് കോസ്റ്റ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് മൈനസ് ചെയ്താൽ നമ്മുടെ NRV കിട്ടും, നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഓക്കെ, സോ കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലെസ് എന്നുള്ള കോൺസെപ്റ്റ് ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻവെൻട്രി മെഷർ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? at what value you are going to write your inventory in the balance sheet. അതെങ്ങനെയാണ്? ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV. അപ്പോൾ കോസ്റ്റ് മെഷർ ചെയ്യാനും നമ്മളിവിടെ നോക്കി, NRV മെഷർ ചെയ്യാനും നോക്കി. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബാക്കി ഒരു പ്രോബ്ലംസ് വെച്ചിട്ട് ഇനി ഇത് വെച്ചുകൊണ്ടൊരു പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, ബിഫോർ ഫിനിഷിങ് ദിസ് വീഡിയോ ലെറ്റ് മീ ടെൽ യു വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ്. ദാറ്റ് ഈസ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് ഇൻവെൻറ്ററിയിൽ വർക്കിംഗ് പ്രോഗ്രസിൻ്റെയും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും വാല്യുവേഷൻ ആയിരുന്നു, അതിൻ്റെ മെഷർമെൻ്റ് ആയിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു റോ മെറ്റീരിയലിൻ്റെ നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ റോ മെറ്റീരിയൽ വാല്യുവേഷനും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ബിക്കോസ് ഈ തിയറി കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് വരുന്ന ഇപ്പോൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പേപ്പറിൽ, ഇപ്പോൾ ACCA പേപ്പറിലോ CMA പേപ്പറിലോ അക്കൗണ്ടിങ് ആ ഒരു ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ ആ Ind As പാർട്ടിൽ നിന്ന് ഇൻവെൻറ്ററിയിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലിസൺ, നിങ്ങൾ റോ മെറ്റീരിയൽ വാല്യുവേഷൻ ചെയ്യുമ്പോൾ ഓൾവേസ് റിയലൈസ് വൺ തിങ്, ദാറ്റ് ഈസ് റോ മെറ്റീരിയൽ ഡസ് നോട്ട് ഹാവ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. റോ മെറ്റീരിയലിനൊരു നെറ്റ് റിയലൈസബിൾ അല്ലെങ്കിൽ NRV ഉണ്ടായിരിക്കില്ല. Why? Because raw material you are purchased. You purchasing, not for selling. Rather, it is going to be used in your production process. And it will give you finished goods. നമ്മളത് റോ മെറ്റീരിയൽ നമ്മളൊരിക്കലും വിൽക്കാനല്ലോ, നമ്മളത് ഉപയോഗിച്ച് ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നെറ്റ് റിയലൈസബിൾ വാല്യൂ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം ഓർത്താൽ മതി, അതായത് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സെല്ലിംഗ് പ്രൈസ്, ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ്. അതായത് ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു കോസ്റ്റ് എന്ന് പറയാം. അതായത് യൂഷ്വൽ കേസിൽ അങ്ങനെയായിരിക്കും. അതായത് വെദർ ദ സെല്ലിംഗ് പ്രൈസ് ഈസ് ഐദർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കോസ്റ്റ് എന്നാണ് പറയാം. അതായത് ഞാൻ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗുഡ്സ് അതിന് 100 ആണെന്ന് വിചാരിക്കും, 100 rupees ആണെന്ന് വിചാരിക്കും. ആൻഡ് ഐ വുഡ് വാണ്ട് ടു സെൽ ഇറ്റ് അറ്റ് 500. അല്ലെ, ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത കോസ്റ്റ് എനിക്ക് 100 ആണെന്നുണ്ടെങ്കിൽ ഞാനത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് 500-ന്, ഓർ അറ്റ്ലീസ്റ്റ് മിനിമം ഓഫ് 200, 300, 400 എത്രയെങ്കിലും എനിക്ക് കോസ്റ്റിനേലും കൂടുതൽ കിട്ടണം, അത്രയല്ലേ വേണ്ടു. സോ മോർ ദാൻ ഓർ ഈക്വൽ ടു കോസ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സോ അറ്റ്ലീസ്റ്റ് ഐ ഷുഡ് ബി ഏബിൾ ടു റിക്കവർ മൈ കോസ്റ്റ് ആൻഡ് ഏൺ പ്രോഫിറ്റ് ഓൺ ഇറ്റ്. അതാണ് നമ്മളുടെ ഒരു ഒബ്ജക്റ്റീവ് വരിക. സോ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റിനേലും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓൾവേസ് അക്കൗണ്ട് യുവർ റോ മെറ്റീരിയൽ അറ്റ് കോസ്റ്റ്. ഇപ്പോൾ റോ മെറ്റീരിയലും കോസ്റ്റിലാണ് കാണിക്കേണ്ടത്. അതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ്, ഇഫ് യുവർ ഫിനിഷ്ഡ് ഗുഡ്സ് സെല്ലിംഗ് പ്രൈസ് ഈസ് ലെസ് ദാൻ കോസ്റ്റ്, കോസ്റ്റിനേലും കുറവാണ് നിങ്ങളുടെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 100 ആയി എന്ന് വിചാരിക്കുക, കോസ്റ്റ് 100 ആയി, ബട്ട് ദ പീപ്പിൾ ആർ നോട്ട് റെഡി ടു ബൈ ഇറ്റ് അറ്റ് ₹100. ദേ ആർ ഓൺലി വില്ലിംഗ് ടു ഗീവ് യു 50 or 40 ഫോർ ദാറ്റ് പ്രൊഡക്റ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോസ്റ്റ് പോലും റിക്കവർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ആസ് ദ ടൈം ഗോസ് യു വാണ്ട് ടു ക്ലോസ് ഡൗൺ യുവർ ബിസിനസ്. പിന്നെ ഫർദർ ആ ബിസിനസ് ക്യാരി ചെയ്യുന്നതിൽ എന്താ ഒരു മീനിങ് ഉള്ളത്? സോ വാട്ട് എവർ റോ മെറ്റീരിയൽ ലെഫ്റ്റ് ഇൻ യുവർ ബിസിനസ് യു വുഡ് വാണ്ട് ടു സെൽ ഇറ്റ് ഔട്ട്. So when you want to sell this raw material outside, suppose you want to start another business,
യു ഹാവ് ടു സെൽ ഔട്ട് യുവർ ഓൾഡ് റോ മെറ്റീരിയൽ ആൻഡ് റീപ്ലേസ് ഇറ്റ് വിത്ത് ന്യൂ റോ മെറ്റീരിയൽ അല്ലേ. അപ്പോൾ നിങ്ങളുടെ സ്റ്റോക്ക് വന്ന ഓൾഡ് റോ മെറ്റീരിയൽ നിങ്ങൾക്ക് വിൽക്കണം. എന്നിട്ട് പുതിയൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾഡ് റോ മെറ്റീരിയൽ കൊടുത്തിട്ട് ഒന്നില്ലെങ്കിൽ ന്യൂ റോ മെറ്റീരിയൽ വാങ്ങുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും റോ മെറ്റീരിയൽ അക്കൗണ്ട് ചെയ്യേണ്ടത് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിലായിരിക്കണം. അതായത് അവിടെ ഒരു റീപ്ലേസ്മെൻറ്റ് കോസ്റ്റാണ് നിങ്ങൾക്ക് ഇൻക്വയർ ചെയ്യുക. ഓക്കെ.